ഇന്ന് ഞാനും അമ്മയും കൂടി വലിയൊരു മരം മുറിച്ച് അതിനകത്തുള്ള ഒരു സാധനം എടുത്ത് കഴിക്കാൻ പോവുകയാണ്. ഭയങ്കരമായ പൊക്കമുള്ള ഈ ഒരു വലിയ മരത്തിന്റെ എന്റെ നാട്ടിലെ പേരാണ് ഒലട്ടി. ഇതുപോലുള്ള മരത്തിന്റെ മുകൾ ഭാഗത്തായിട്ട് വരുന്ന ഒരു സാധനം എടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റും. നേരത്തെ കണ്ട വലിയ മരം മുറിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് വീഴുന്ന പുരയിടം മുഴുവൻ നമ്മൾ മേടിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതിനേക്കാളും ഉയരം കുറഞ്ഞ വേറൊരു മരത്തിനെ കണ്ടെത്തി. ഞാൻ വീട്ടിൽ വന്ന് ഡ്രസ്സും മാറി അമ്മയെയും വിളിച്ചു. ഇനി നമുക്ക് പോകാം, മരം മുറിക്കാൻ പോകാന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ ഒരു പടി മുമ്പേ ഇറങ്ങി. ഇവനെ ഒന്ന് കൂട്ടിന് വിളിച്ചപ്പോഴേക്കും അവൻ വരണില്ല എന്ന് പറഞ്ഞു. പിന്നെ അവനെയും തൂക്കിയെടുത്തായിരുന്നു എന്റെ മുന്നോട്ടുള്ള യാത്ര. അമ്മയുടെ തോളത്തായിട്ട് മരം മുറിച്ചിടാനുള്ള ഒരു വലിയ പണിയായുധമൊക്കെ കാണാൻ കഴിയും. എന്റെ നാട്ടിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോടാലി. ഞങ്ങൾ രണ്ടാളും കൂടി മുറിച്ചിടാനുള്ള മരത്തിനടുത്തേക്ക് എത്തി. മരത്തിൽ അങ്ങോട്ട് കൈവയ്ക്കുന്നതിന് മുമ്പ് തന്നെ കാലിലെന്തോ നല്ല വൃത്തിയായിട്ട് കടിച്ചു. കടി കിട്ടിയ ഉടനെ തന്നെ പാമ്പായിരിക്കുമെന്നാണ് ആദ്യം ഞാൻ കരുതിയത്. പിന്നെയാണ് മനസ്സിലായത് പോളിഷ് ചെയ്തതുപോലെ തിളങ്ങുന്ന ഒരു കറുത്ത ടൈപ്പിലുള്ള ഉറുമ്പുണ്ട്. ആ സാധനം കടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതുപോലെ വേദന എടുക്കും. ഞാൻ മരം മുറിക്കാൻ തുടങ്ങി. മുമ്പൊരിക്കൽ അമ്മ ഈ മരത്തിനെ മുറിക്കാൻ നോക്കിയിട്ടുണ്ട്. കാല് നല്ലതുപോലെ ചൊറിയുന്നതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് ഞാൻ അമ്മയോട് മരം വെട്ടാൻ പറഞ്ഞു. അമ്മ വെട്ടിക്കഴിഞ്ഞ ശേഷം ഞാൻ നമ്മുടെ വലിയ കോടാലിയുമായിട്ട് ഇറങ്ങി. വെട്ടെല്ലാം കൊണ്ട് മരം വീഴാൻ പോകുന്ന പൊട്ടൽ സൗണ്ട് കേട്ടിട്ട് അമ്മ എന്നെ ഇട്ടിട്ട് ഒരു ഒറ്റ ഓട്ടം. അമ്മ ഒരിടത്ത് പോയി ഒളിച്ചു നിന്നിട്ട് എന്നെയും അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. കോടാലി എടുത്തൊരു തള്ളു കൊടുത്തപ്പോഴേക്കും മരന്തേ മെല്ലെ മറിഞ്ഞു വീഴുന്നുണ്ട്. മരം മുറിച്ചിട്ടപ്പോഴേക്കും നമ്മുടെ പുരയിടത്തിലുണ്ടായിരുന്ന എന്തൊക്കെയോ ഒടിഞ്ഞ് പല വഴിക്ക് തെറിച്ചു പോകുന്നത് ഞാൻ ഇവിടെ വന്നപ്പോ കണ്ടായിരുന്നു. നമുക്കിനി നമ്മൾ മുറിച്ചിട്ട ഈ മരത്തിന്റെ മണ്ടയെല്ലാം വെട്ടി ക്ലിയർ ആക്കണം. നിങ്ങളിൽ പലരും ഈ മരം കണ്ടു കാണും. പല നാട്ടിലും പല പേരിൽ അറിയപ്പെടുന്നതുകൊണ്ട് ഇതിന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവണമെന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ പല ആനകളും ഈ മരത്തിന്റെ ഈ കാണുന്ന ഓല അതിന്റെ തുമ്പിക്കൈയിലൊക്കെ വെച്ചുകൊണ്ട് പോകുന്നതും അത് കഴിക്കുന്നതും ഒക്കെ നിങ്ങളൊക്കെ കണ്ടു കാണും. കൂടാതെ നമ്മുടെ ശബരിമല പോകുന്ന വണ്ടികളൊക്കെ ഇതിന്റെ ഓല വെച്ച് അൾട്രേഷൻ ചെയ്തു പോകുന്നതും നിങ്ങളൊക്കെ കണ്ടു കാണും. ഞാനും അമ്മയും കൂടി ഇതിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊരു സാധനം ഉണ്ട്, തിന്നണം. എന്താ തിന്നാമോന്തോ എനിക്കറിഞ്ഞൂടാ, ചത്തുപോന്തോ. അമ്മ ഇങ്ങനെ ചോദിച്ചതിന്റെ കാരണം എന്റെ ഒരൊറ്റ വാക്ക് കേട്ടിട്ടാണ് ഈ ഒരു പരിപാടിക്ക് അമ്മ എന്റെ കൂടെ ഇറങ്ങി തിരിച്ചത്. കാണുന്നത് പോലെയൊന്നും അല്ല, അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഈ ഒരു സാധനം ഞാൻ എടുത്ത് മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടു. ഇനി ഇത് വെട്ടിപ്പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. കണ്ടാൽ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും ഇതിൽ നാര് പോലെയുള്ള കുറെ മാത്രം ചെറിയ സാധനങ്ങളുണ്ട്. അതാണേലും വെട്ടിയാൽ പോലും മുറിയില്ല. നല്ല കിടിലം ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ ഒലട്ടി വരുന്നത്. ഇതിന്റെ പുറമേയുള്ള 1-2 പാളിയൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വലിച്ചിളക്കി. ഞാൻ ഈ കട്ട് ചെയ്തെടുത്ത ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. നമ്മുടെ തെങ്ങിന്റെയൊക്കെ മണ്ട വെട്ടി അതിനകത്തുള്ള ഒരു സാധനം കഴിക്കുന്നത് പോലെ ഇതിനകത്തുള്ള ഈ ഒരു സാധനം നമുക്ക് കഴിക്കാൻ പറ്റും. ഈ ഒരു സാധനം ഞാൻ ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്ത് കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. തിന്നാമോന്തോ. ഞാനിത് കഴിക്കുന്ന കണ്ടപ്പോഴേക്കും അമ്മ പേടിച്ച് അവിടെ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ കഴിച്ചപ്പോഴത്തേക്കും നല്ല രസമുണ്ട്. അങ്ങനെ ഞാൻ അമ്മയ്ക്കും കഴിക്കാൻ കൊടുത്തു. അമ്മ ഇതൊന്ന് കഴിച്ചു നോക്കിയപ്പോഴേക്കും സാധനം അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പീസ് ഞാനെടുത്ത് കഴിച്ചപ്പോഴേക്കും അത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞു ആ പീസ് അമ്മ എടുത്തോണ്ട് പോയിട്ട് വേറൊരു പീസ് എനിക്ക് തന്നു. നമുക്കിനി ഈ സാധനം വീട്ടിൽ എല്ലാവർക്കും കൊണ്ടു കൊടുക്കാം. വീട്ടിൽ ചേച്ചിക്ക് കൊടുത്തു, വലിയമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു. എല്ലാവരും കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ ഒരു സാധനം വെട്ടിമുറിച്ചപ്പോഴേക്കും എന്റെ പുറം നല്ലതുപോലെ ചൊറിയുന്നുണ്ട്. എന്തായാലും ഈ സാധനം കഴിക്കാൻ പറ്റും, പക്ഷെ കുറച്ചൊക്കെ ചൊറിഞ്ഞുകൊണ്ട് കഴിക്കേണ്ടി വരും. നമുക്കിനി അടുത്തത് ഈ മരം മുറിക്കാം കേട്ടോ. നോക്കിയിരുന്നു. വീഡിയോ ഉടനെ വരും.